നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, UPI വഴി പണം അയക്കുമ്പോൾ അതിവേഗം ഇടപാടുകൾ പൂർത്തിയാകുന്ന രീതിയിൽ മാറ്റം വരികയാണ്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്ക് 1 മണിക്കൂർ സമയപരിധി ടൈം ഡിലേ ഏർപ്പെടുത്തുന്ന കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലാണ്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തന്നെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം. ഇടപാടിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ പണം കൈമാറുന്നത് തടയാനായിട്ട് ഉപഭോക്താക്കൾക്ക് സമയം നൽകുക എന്നതാണ് ഈ നിർദ്ദേശത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. പുതിയ നിർദ്ദേശം അനുസരിച്ച് 10,000 രൂപയിൽ കൂടുതൽ അയക്കുമ്പോൾ പണം അക്കൗണ്ടിൽ നിന്ന് കുറയുമെങ്കിലും സ്വീകർത്താവിലേക്ക് എത്താൻ 1 മണിക്കൂർ വൈകും. ഈ സമയത്തിനുള്ളിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടാൽ ഉപഭോക്താവിന് ഇടപാട് റദ്ദാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പുതിയ അക്കൗണ്ടുകളിലേക്കോ അപരിചിതർക്കോ ഒക്കെ തന്നെ പണം അയക്കുമ്പോൾ ബാങ്കുകൾക്കും ഇത് പരിശോധിക്കാൻ സമയം ലഭിക്കും. രാജ്യത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിലൂടെയുള്ള പണനഷ്ടത്തിൻ്റെ 98.5% 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളിലാണ് നടക്കുന്നത് എന്ന കണ്ടെത്തലാണ് RBI ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഒരു വിശ്വസ്ത വ്യക്തിയുടെ, അതായത് ട്രസ്റ്റഡ് പേഴ്സന്റെ അനുമതി കൂടി വേണമെന്ന നിർദ്ദേശവും RBI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരുടെ ദൈനംദിന ഇടപാടുകളെയും EMI പോലെയുള്ള പേയ്മെൻറ്റുകളെയും ഇത് ബാധിക്കില്ല. ഈ നിർദ്ദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് മെയ് 8 വരെ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. സുരക്ഷയ്ക്കായിട്ട് വേഗതയിൽ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാന ഫലം തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നത് തടയാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന ഇൻകം ടാക്സ് ആക്ട് 2025 അനുസരിച്ച് ബാങ്ക് നിക്ഷേപങ്ങളിലും പാൻ കാർഡ് പരിധിയിലുമൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തെ ആകെ തുക കണക്കിലെടുക്കുന്ന പുതിയ നിയമപ്രകാരം സേവിങ്സ് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ക്യാഷ് ഇടപാട് നടത്തുമ്പോഴും, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന് മുകളിലും FDകളിൽ 10 ലക്ഷത്തിന് മുകളിലും പാൻ കാർഡ് വിവരങ്ങളൊക്കെ തന്നെ നൽകൽ നിർബന്ധമാണ്. ബാങ്കുകൾ ഇത്തരം വിവരങ്ങൾ SFT സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വഴി ആദായ നികുതി വകുപ്പിന് കൈമാറാറുണ്ട്. കൂടാതെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ 1 ലക്ഷത്തിന് മുകളിൽ ക്യാഷായിട്ട് അടച്ചാലും ബാങ്ക് ഈ വിവരം അറിയിക്കും. വരുമാനവും നിക്ഷേപവും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ, അതായത് 5 ലക്ഷം വരുമാനമുള്ളയാൾ 15 ലക്ഷം നിക്ഷേപിച്ചാൽ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. വസ്തു വിറ്റതോ ബിസിനസ് വരുമാനമോ ആണെങ്കിൽ കൃത്യമായ രേഖകൾ വേണം. അല്ലാത്ത പക്ഷം തുക അവിഹിത വരുമാനമായിട്ട് കണക്കാക്കുകയും സ്രോതസ്സ് തെളിയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ 60% വരെ നികുതിയും പിഴയും ഈടാക്കുകയും ചെയ്യുന്നതാണ്. സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാവുന്ന പരിധി പരിശോധിച്ചാൽ പുതിയ നിയമപ്രകാരം 4 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ പേടിക്കേണ്ടതില്ല. എന്നാൽ രേഖകളുണ്ടെങ്കിൽ എത്ര കോടി രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം. പുതിയ നികുതി സ്ലാബുകൾ പ്രകാരം 4 ലക്ഷം രൂപ വരെ 0%, തുടർന്നുള്ള ഘട്ടങ്ങളിൽ 5, 10, 15, 20, 30% എന്നിങ്ങനെയാണ് നികുതിയെങ്കിലും 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് റീബേറ്റ് ലഭിക്കുന്നതിനാൽ തന്നെ നികുതി 0 ശമ്പളക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിലും പുതിയ രീതിയിൽ ATC ഇളവുകൾ ലഭിക്കില്ല. നിശ്ചിത പരിധിക്ക് മുകളിൽ വരുമാനമുള്ളവർ incometax.gov.in വഴി ITR ഫയൽ ചെയ്യേണ്ടതും 10,000 രൂപയ്ക്ക് മുകളിൽ നികുതി വരുമെങ്കിൽ അത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നതുമാണ് ഉചിതം. അന്യരുടെ പണം സ്വന്തം അക്കൗണ്ടിലൂടെ കൈമാറുന്നത് ഒഴിവാക്കണം. കൃത്യമായ സ്രോതസ്സ് കാണിച്ചില്ലെങ്കിൽ 60% വരെ പിഴ അടക്കേണ്ടി വരുമെന്നതിനാൽ തന്നെ മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യുന്നവർ ഇക്കാര്യം ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ സമർപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയ നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ പല കാരണങ്ങളാൽ കൃത്യസമയത്ത് കാർഡുകൾ പുതുക്കാൻ സാധിക്കാതെ പോയത് മൂലമൊക്കെ തന്നെ വലിയൊരു വിഭാഗത്തിന് തങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരക്കാർക്കായിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ വൺ ടൈം റിന്യൂവൽ എന്ന പ്രത്യേക സൗകര്യം ഏറെ പ്രയോജനകരമാണ്. 1995 ജനുവരി 1 മുതൽ 2023 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ഒറ്റത്തവണ അവസരത്തിലൂടെ തന്നെ നിങ്ങളുടെ പഴയ സീനിയോറിറ്റി പുനഃസ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിലവിൽ ജോലിയിൽ പ്രവേശിച്ചതുകൊണ്ടോ മറ്റ് വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ മൂലമോ ഒക്കെ തന്നെ ഈ വിവരം അറിയാതെ പോയവരൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെയുണ്ട്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളുടെ മുൻഗണന തിരികെ ലഭിക്കാനുള്ള അവസാനവട്ട അവസരമാണിത്.
ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് ഏപ്രിൽ മാസം 30-ാം തീയതി വരെ മാത്രമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. സമയം അതിവേഗം അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർ പോലും ഈ ഒരു സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ സജീവമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷ നടപടികൾക്കുമായിട്ട് നിങ്ങളുടെ പരിധിയിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് എത്രയും വേഗം തന്നെ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം വീട്ടമ്മമാർക്ക് പ്രതിമാസം ലഭിക്കുന്ന 1000 രൂപ പെൻഷൻ ധനസഹായത്തിൻ്റെ ഏപ്രിൽ മാസത്തിലെ ഗഡു വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. DBT സംവിധാനം വഴി ഈ ആഴ്ച തന്നെ തുക അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച എല്ലാവരും സേവന എന്ന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐഡിയോ ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ടതാണ്. എത്ര ഗഡുക്കൾ ലഭിച്ചു എന്നതും ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിയത് എന്നതുമൊക്കെ തന്നെ, അപേക്ഷ മടങ്ങിയിട്ടുണ്ടോ എന്നതുമൊക്കെ തന്നെ ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപേക്ഷ നിരസിക്കപ്പെട്ടവർ തീർച്ചയായിട്ടും ആവശ്യമായ തിരുത്തലുകളൊക്കെ തന്നെ വരുത്തേണ്ടതും രേഖകൾ സമർപ്പിക്കേണ്ടതും, ഇതുവരെ അപേക്ഷിക്കാത്തവർ എത്രയും വേഗം തന്നെ അപേക്ഷകൾ പുതുതായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ തയ്യാറെടുക്കുന്നവർക്കും സ്കിൽ കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കുമായിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിൻ്റെ വിതരണവും ഏപ്രിൽ 7-ാം തീയതി മുതൽ പുരോഗമിക്കുകയാണ്. 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ വീതം തുടർച്ചയായിട്ട് 12 മാസത്തേക്ക് ലഭിക്കുന്നതാണ്. നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരുള്ള ഈ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അപേക്ഷ അംഗീകരിക്കപ്പെടുന്ന മുറയ്ക്ക് തുടർന്നുള്ള 1 വർഷത്തേക്ക് ഈ ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനം വിഷു ആഘോഷങ്ങളിലേക്ക് കടക്കവേ വിഷുക്കണിയും കൈനീട്ടവുമായിട്ട് സപ്ലൈകോ വിഷു ചന്തകൾ ഇന്ന് അവസാനിക്കുകയാണ്. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ഇന്ന് ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ തലേദിവസം വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക. ഇത്തവണ 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ പ്രത്യേക വിഷുക്കണി കിറ്റും 101 രൂപയുടെ വിഷു കൈനീട്ടവും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറ്, പെട്രോൾ ബങ്ക്, അതോടൊപ്പം തന്നെ LPG ഔട്ട്ലെറ്റ് എന്നിവ ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് 101 രൂപയുടെ വിഷു കൈനീട്ടം കൂപ്പൺ ലഭിക്കുന്നത്. ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ നടത്തുന്ന 1000 രൂപയ്ക്ക് മുകളിലുള്ള അടുത്ത പർച്ചേസുകൾക്ക് 101 രൂപയുടെ കിഴിവ് നേടാം. കൂടാതെ 1250 രൂപ വില വരുന്ന 16 ഇനം സാധനങ്ങളടങ്ങിയ വിഷുക്കണി കിറ്റ് വെറും 1001 രൂപയ്ക്ക് ലഭ്യമാണ്. പഞ്ചസാര, ചെറുപയർ, ശർക്കരപ്പൊടി, വൻപയർ, കടല, ശബരി പായസം മിക്സ്, മിൽമ നെയ്യ്, വെളിച്ചെണ്ണ, ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി, അപ്പം പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയൊക്കെയാണ് ഈ കിറ്റിലുള്ളത്. ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ തന്നെ പ്രത്യേക വിലക്കുറവ് നൽകുന്നതിനൊപ്പം തന്നെ പൊതുവിപണിയേക്കാൾ 40% വരെ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകും എന്നതാണ് ഈ ചന്തകളുടെയൊക്കെ തന്നെ പ്രത്യേകത. അരി, പഞ്ചസാര, പരിപ്പ് വർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ മുളക്, മല്ലി തുടങ്ങിയ സർക്കാർ സബ്സിഡിയുള്ള 13 ഇനം നിത്യോപയോഗ സാധനങ്ങളും വിഷു ചന്തകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച ഏപ്രിൽ 13-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,975 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 1,11,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.